अच्छा, तो हम 14वीं अध्याय कुडज नामक पाठ के बारे में कहते हैं। कुडज, आप संस्कृत पढ़े तो आपको मालूम हो जाएगा कुडज क्या है, लेकिन यह हिंदी में है। क्या है? एक कुडज एक छोटा सा मतलब अधिक उयരം ഇല്ലാത്ത ഒരു ചെടിയാണ്. वो तो यहाँ नहीं है. ഹിമാലയ പർവ്വതಕ್ಕೆ ഹിമാലയ സാനുക്കളിൽ എന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഉണ്ടാകുന്നത്. ആ ഹിമാലയ പർവ്വതത്തെ പറ്റിയിട്ടും ലേഖകൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഹിമാലയം എന്ന് പറയുന്നത്, നമുക്ക് ഹിമാലയം എന്ന് കേട്ട ഉടനെ ശിവപാർവതിമാരെ പറ്റിയാണ് ഓർമ്മ വരിക. ശിവയ്ക്ക് ജഡാസ് और पार्वती मुनिमारे स्मरादि के बारे में याद आता है। तो यहाँ कोई हरियाली नहीं देख सकते हैं, यहाँ कितने ही ऊर्जा नहीं मिलता है। इन सब प्रतिकूल साहचर्य में भी अनुकूल होकर जिंदा रहने वाले एक छोटा सा एक पौधा नहीं है, पेड़ भी नहीं है, ऐसा एक वृक्ष है कुडज. ഹിമാലയ, അതായത് കാളിദാസൻ്റെയും മറ്റും വരരുചിയുടെ ഒക്കെ പല കാവ്യങ്ങളിലും നമുക്ക് കുടജ് എന്ന് പറയുന്ന ഈ വൃക്ഷത്തെ പറ്റിയുള്ള വർണ്ണനകൾ കേൾക്കാം. इस पाठ से हमें लेखक इतना समझाना चाहता है कि क्या है, हम जिस परिस्थिति में जिंदा रहते हैं उन सबको हमें अनुकूल बनाना चाहिए. നമ്മൾ എല്ലാ സ്ഥലത്തും നമുക്ക് എന്തുണ്ടാവില്ല, സുഖവും ദുഃഖവും സമാധാനം ഒന്നും ഉണ്ടാവില്ല. കബി കബി ഹം ഭഗവാൻ കെ നിന്ദ വി കർത്തെ ഹെ അല്ലേ. ഭഗവാൻ എന്തിന് ഈ ജീവിതം തന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണം, ഇങ്ങനെ ദുരിതപ്പെടുത്തണം, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 90% ആൾക്കാരും അങ്ങനെ പറയാത്തവരുണ്ടാവില്ല. ലേക്കിൻ കബി കബി തോ ഐസെ ചിന്ത करने वाले भी होते हैं. वो तो दुनिया में हमारे अंगुली में गिनने वाले होते हैं. വിരലിൽ എണ്ണാവുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ ദുഃഖിക്കുന്ന അവസരത്തിൽ लेखक इस पाठ से हमें यही समझाना चाहते हैं कि हमें किसी भी परिस्थिति में जिंदा रहना चाहिए. ശാന്തി പർവ്വതത്തിൽ പറയുന്നുണ്ട്, സുഖം വാ യതി വാ ദുഃഖം, പ്രിയം വാ യതി വാ അപ്രിയം. സുഖം വന്നാലും ദുഃഖം വന്നാലും പ്രിയം വന്നാലും അപ്രിയം വന്നാലും നമ്മൾ എന്ത് ചെയ്യരുതെന്ന് പറയുന്നത്, നമ്മൾ അതിനെ സ്വീകരിക്കണം. അതിനെ സ്വീകരിക്കാനും എന്താ പറയുക, അനുഭവിക്കാനുമുള്ള ശക്തി അപ്പനെ മൻ കോ ബനാന ചാഹിയെ. അതായത് മനസ്സിനെ നമ്മളുടെ വശത്താക്കണം. അല്ലാതെ എന്തോ ഒന്ന് കാണുമ്പോൾ അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യുക, എങ്ങനെ ജീവിക്കുക, എങ്ങനെ ഞാനത് തരണം ചെയ്യുക എന്നുള്ള വിഷമത്തോടു കൂടി अपनी जिंदगी को खराब नहीं करना चाहिए. वही एक तत्व है हमें कुडज से मिलते हैं. കുടജ് എന്ന് പറയുന്ന ആ വൃക്ഷത്തിൽ നിന്ന് നമുക്ക് കിട്ടണം. ആ പർവ്വത സാനുവിൽ, ഹിമാലയത്തിൻ്റെ പർവ്വത സാനുക്കളിൽ ജീവിക്കുന്ന അതിന് എന്തില്ല, ഒരു വെള്ളത്തിൻ്റെയോ ഒന്നും ഒരു പോഷകാഹാരം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, ഫലഭൂയിഷ്ടമായ മണ്ണൊന്നല്ല അവിടെ ഉള്ളതെന്ന് നമുക്കറിയാം. അപ്പം അതിൻ്റെ ഇടയിൽ ആ പർവ്വതത്തിൻ്റെ മുകളിലൂടെ അത് വേര് ചൂഴ്ന്നിറങ്ങി പർവ്വതം തുളച്ചിറങ്ങി താഴെ എവിടേക്കോ പോയിട്ട് അതിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് സ്വീകരിച്ചെടുക്കുകയാണ്. എന്നാൽ അത് ദുഃഖിച്ചിരിക്കുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ ആ ചെടി കണ്ടാൽ നമുക്കറിയാം അത് എല്ലായ്പ്പോഴും സന്തോഷത്തോടു കൂടെ ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പോലെ നമുക്ക് കാണാം. अर्थात उसमें हमेशा हरियाली दिखाते हैं और फूलों से लदे हुए रहने वाला एक पेड़ है. അതാണ് എപ്പോഴും പച്ച നിറഞ്ഞു നിൽക്കുന്ന ഇലകളോട് കൂടിയതും പിന്നെ നല്ല വെള്ളപ്പൂക്കളുമായിരിക്കും. നിറഞ്ഞങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന കണ്ടാൽ അത് ചിരിച്ച് നമ്മൾ നോക്കി നിൽക്കുന്നത് പോലെ തോന്നും. അപ്പം इतना है कि इस पाठशाला में यही തത്വ मिलता है कि ഏത് പരിതസ്ഥിതിയിലായാലും ശരി, ഇഷ്ടമായാലും കഷ്ടമായാലും ദുഃഖമായാലും സുഖമായാലും പ്രിയമായാലും അപ്രിയമായാലും നമ്മൾ അതിനോട് അനുകൂലിച്ച് അതിനെ തരണം ചെയ്യാനുള്ള ശക്തിയോടുകൂടി നമ്മൾ ജീവിക്കാൻ തയ്യാറാവണം. ऐसा हो तो हमें जिंदगी में कोई दुख या कष्ट नहीं होता है. ऐसा एक महत्वपूर्ण तत्व हमें कुडज नामक पाठ से मिलता है.
इसके बारे में कहते हैं കഥയിൽ അല്ല ലേഖനത്തിൽ ഒരുപാട് പറയുന്നുണ്ട് കേട്ടോ. കുടജ് കാളിദാസന്റെ മേഘദൂതലും അങ്ങനെയുള്ളൊരു മേഘദൂത് മേഘ സന്ദേശം എന്നൊക്കെ പറയും. അതിലൊക്കെ ഒരുപാട് ഈ കാളിദാസൻ ഈ കുടജ പുഷ്പം എടുത്തിട്ടാണ് മേഘത്തിന് അർപ്പണം നടത്തുന്നത്, അഞ്ജലി എടുത്തിട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് മുനിമാരുടെ കൃതികളിലൊക്കെ നമുക്ക് കുടജ പുഷ്പത്തിനെ പറ്റിയിട്ടുള്ള വർണ്ണനകളൊക്കെ കിട്ടുന്നുണ്ട്. ആ വർണ്ണനകളൊന്നും ഇവിടെ പറയുന്നില്ല, കാരണം थोड़ा सा समय है इसलिए मैंने इतना संक्षिप्त करके बताया है. एक ही तत्व में मिलता है. जो जिन परिस्थिति में हम जिंदा रहते हैं, कठिनाइयों में या सुख में हो या दुख में हो, जितने भी हो, हमें उन सब का तरण करके जीना चाहिए. हमें जिंदगी फलप्रद होना चाहिए. इसके लिए हम अपने मन का अपने काबू में देखना चाहिए. वही तत्व हमें इस पाठ से मिलता है. अच्छा, तो धन्यवाद, समाप्त करते हूँ.